കേൾക്കുന്നില്ലേ? ഹലോ, മിസ്റ്റർ, ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. മക്കൾക്ക് ജന്മം നൽകിയാൽ മാത്രം പോരാ, അവരെ മര്യാദയ്ക്ക് വളർത്താനും പഠിക്കണം. ഇങ്ങനെ കയറൂരി വിട്ട് ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കരുത്. കണ്ടില്ലേ നമ്മുടെ മോനിപ്പോ അനീതിക്കും കളവിനും എതിരായി ശക്തമായി പോരാടാൻ തുടങ്ങിയത്? എടി, അവൻ എന്റെ മോനാ. അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെയാ. എന്റെ മുത്തച്ഛനെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അതറിയോ? നിങ്ങൾ വെറുതെ പുളു അടിക്കാതെ. നിങ്ങളുടെ മുത്തച്ഛൻ ഏതോ ഹോട്ടലിലെ തൂപ്പുകാരനായിരുന്നില്ലേ? എന്ത് അസംബന്ധം പറയുന്നു? എടി, അതൊക്കെ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതാ. നീ നോക്കിക്കോ, നമ്മുടെ മോനൊരു അന്നാ ഹസാരെ ആവൂ, എനിക്ക് ഉറപ്പാ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകനെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. അവന്റെ ദേഷ്യം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഞങ്ങളാ അനുഭവിക്കുന്നേ. മക്കളെ മര്യാദയ്ക്ക് വളർത്തേണ്ടത് നിങ്ങൾ മാതാപിതാക്കളാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പരാതി എനിക്ക് മാത്രമാണെന്ന്. അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ. ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഇതേ അഭിപ്രായമാണ്. ഇനി സംസാരിച്ചു കളയാൻ എനിക്ക് സമയമില്ല. ഇതുപോലെ കുറച്ച് ഉപദേശങ്ങൾ വേറെയും കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വെക്കുന്നു, എല്ലാം പറഞ്ഞ പോലെ. നല്ല കുട്ടികളായ ഇങ്ങനെ വേണം. ആരെങ്കിലും തെറ്റ് ചെയ്താ അപ്പ പ്രതികരിക്കണം. ഞാൻ വേണ്ടാന്ന് വിചാരിക്കുമ്പോ തലേ കയറുക. ഇന്നലെ ഒരു കാര്യമില്ല, ഞാൻ ഷീസിനെ തല്ലിയെന്നേ. ഷീസ് എന്ന് പറയുന്നത് ആ മാഹിന്ന് വരുന്ന കരാട്ടെയൊക്കെ പഠിച്ച കുട്ടിയല്ലേ? കരാട്ടയുടെ കാര്യമൊന്നും പറയാതിരിക്കാ നല്ലത്. അവനാകെ 2 ദിവസമേ കരാട്ട ക്ലാസ്സിൽ പോയിട്ടുള്ളൂ. പിന്നെ നടുവും കുത്തി വീണ് അങ്ങനെ പരിപാടി നിർത്തി. അതുപോട്ടെ, ഷീസിനെ ആരാ തല്ലിയത്? അവൻ തിരിച്ചു തല്ലൊന്നും ചെയ്തില്ലേ? അവനൊരു പേടിത്തൊണ്ടനല്ലേ. അവനാ തല്ലും വാങ്ങി എന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. ഇപ്പൊ ഞാൻ അഹിംസയുടെ പാതയിലായതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പകരം ഞാൻ ആ തല്ലിയവന്റെ മാതാപിതാക്കളെ വിളിച്ചൊന്ന് ഉപദേശിച്ചു. അത് പോട്ടെ, ആരാണ് ഷീസിനെ തല്ലിയത്? തല്ലിയത് നമ്മുടെ സന്തോഷാ. അച്ഛൻ അറിയില്ലേ നമ്മുടെ സന്തോഷിനെ? കണ്ണൂരിലുള്ള. ഞാനിപ്പോ സന്തോഷിന്റെ അച്ഛനോടാ ഫോണിൽ സംസാരിച്ചേ. മകനെ ഇങ്ങനെ കയറൂരി വിടരുതെന്ന് ഉപദേശിച്ചതാ. വെരി ഗുഡ്. ഞാൻ നാളെ തന്നെ നിന്റെ ക്ലാസ് ടീച്ചറെ ഒന്ന് കാണാൻ വരുന്നുണ്ട്. എന്റെ മകൻ നന്നായ വിവരം അവരും കൂടി ഒന്ന് അറിയട്ടെ. അച്ഛനിപ്പോ ക്ലാസ് ടീച്ചറെ കാണാനൊന്നും വരണ്ട. അതൊന്നും പുള്ളിക്കാരന് ഇഷ്ടല്ല. അതെന്താ? ഒന്ന് കാണുന്നതിലെന്താ പ്രശ്നം? ചിലപ്പോ എനിക്കുള്ള TC അച്ഛന്റെ അടുത്ത് പുള്ളിക്കാരൻ നേരിട്ട് തരും. TCയോ? ആ, TC. എന്റെ പുതിയ ക്ലാസ് ടീച്ചറുടെ പേരാ സന്തോഷ്. ഈ സന്തോഷാണ് ഷീസിനെ തല്ലിയത്. അയാളുടെ അച്ഛനെയാ ഞാനിപ്പോ ഫോണിൽ കൂടെ ചീത്ത വിളിച്ചത്.